ബലിയാകുവാൻ ബലിവേദിയിൽ വിളിക്കുന്നു ബലിയായവൻ. ബലിയാകുവാൻ ബലിവേദിയിൽ വിളിക്കുന്നു ബലിയായവൻ. ഉള്ളും ഉള്ളതും നൽകിടാം ഞാൻ ബലിയായി ജീവിതം തിരുമുൻപിൽ. ഉള്ളും ഉള്ളതും നൽകിടാം ഞാൻ ബലിയായി ജീവിതം തിരുമുൻപിൽ. അണയാം കാഴ്ചയേകിടാം തിരുബലിയിൽ പൂർണ്ണമായി. അണയാം കാഴ്ചയേകിടാം തിരുബലിയിൽ പൂർണ്ണമായി. ബലിയാകുവാൻ ബലിവേദിയിൽ വിളിക്കുന്നു ബലിയായവൻ. കാൽവരി ബലി തൻ ഓർമ്മയിൽ ഇന്നീ വേദിയിൽ അണിചേരാം. കാൽവരി ബലി തൻ ഓർമ്മയിൽ ഇന്നീ വേദിയിൽ അണിചേരാം. അനുരഞ്ജിതരായൊരുമയുടെ അർപ്പിച്ചിടാം ഈ ദിവ്യബലി. അനുരഞ്ജിതരായൊരുമയുടെ അർപ്പിച്ചിടാം ഈ ദിവ്യബലി. ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ എന്ന തീക്ഷ്ണമതിയായ MCVS വൈദികൻ 1954 മെയ് മാസം 12-ാം തീയതി കിഴക്കേത്തലയ്ക്കൽ ചെറിയാൻ മറിയാമ്മ ദമ്പതികളുടെ 5ാമത്തെ മകനായി കാഞ്ചിയാറ്റിൽ ജനിച്ചു. ലീലാമ്മ, സിസ്റ്റർ എൽസി, മേരിക്കുട്ടി, ജോസ്, ജെയിംസ്, ലോമി, സിസ്റ്റർ സെലിൻ FCC, റോയി എന്നിവരാണ് സഹോദരങ്ങൾ. കാഞ്ചിയാർ ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിലും കട്ടപ്പന സെൻറ് മേരീസ് സെൻറ് ജോർജ് സ്കൂളിലും നടത്തിയ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1969 കോട്ടയം കടുവാക്കുളത്തുള്ള MCVS മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പരിശീലനം ആരംഭിച്ചു. പിന്നീട് കാഞ്ഞിരപ്പള്ളി നവസന്യാസ ഭവനത്തിൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പറത്താനത്തച്ഛൻ്റെ കീഴിലായിരുന്നു നവസന്യാസ പരിശീലനം. പിന്നീട് ബാംഗ്ലൂർ ധർമാരാമിലും ക്രൈസ്റ്റ് കോളേജിലുമായി BA തത്വശാസ്ത്രം, ദൈവശാസ്ത്രം എന്നിവ പൂർത്തിയാക്കി 1983 മെയ് 7-ാം തീയതി അഭിമന്യ ജോസഫ് പള്ളിക്കാപറമ്പിൽ പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. 1984 റോമിൽ ഉപരിപഠനത്തിനായി പോവുകയും ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോഗ്മാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. തുടർന്ന്
1990 നാട്ടിൽ തിരിച്ചെത്തി. 1992 മുതൽ കാലടി MCBS ആശ്രമത്തിൽ ശുശ്രൂഷ ആരംഭിച്ചു. കുറച്ചുനാൾ കരിമ്പാനി ആശ്രമത്തിലും സേവനം ചെയ്തു. പിന്നീട് ഡൽഹിയിൽ അശോക് വിഹാർ സീറോ മലബാർ സെന്ററിൻ്റെ പ്രാരംഭഘട്ടത്തിൽ സേവനം ചെയ്തു. അതിനുശേഷം MCBS എമ്മാവൂസ് പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കാലയളവിൽ തന്നെ 2000 കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള സ്വരാജ് സെന്റ് പോൾസ് ഇടവകയുടെ വികാരിയായി നിയമിതനായി. ഇവിടെ അച്ഛൻ്റെ എക്കാലത്തെയും സ്വപ്ന പദ്ധതിയായിരുന്ന സയൻ MCBS പബ്ലിക് സ്കൂൾ സ്ഥാപിച്ചു. അന്നു മുതൽ ഇന്നുവരെ നീണ്ട 25 വർഷക്കാലം ഈ സ്കൂളിൽ തന്നെ സേവനം അനുഷ്ഠിച്ചു വരികയാണ് അച്ഛൻ. താൻ ഏറ്റവും അധികം കാലം ശുശ്രൂഷ ചെയ്ത ഈ സ്വരാജിൻ്റെ മണ്ണിൽ തന്നെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുവാൻ സാധിക്കുന്നതിൽ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമായിട്ട് കരുതാം. ദൈവത്തോടുള്ള അച്ഛൻ്റെ നന്ദി പ്രകാശനത്തിൽ നമുക്കും പരിശുദ്ധ കുർബാനയിലൂടെ പങ്കുചേരാം. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നന്ദിയുടെ ഈ ബലിയിൽ നമുക്കും പങ്കുചേരാം. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം. കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം അച്ഛനിലൂടെ ഇനിയും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദിയുടെ ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടി പങ്കുചേരാം. പരിശുദ്ധ കുർബാന അർപ്പണത്തിന് അച്ഛനോടൊപ്പം കാർമ്മികരായിരിക്കുന്നത് MCBS സഭയുടെ വലിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പായിക്കാട്ടച്ചനാണ് മുഖ്യ കാർമ്മികൻ. MCBS എമ്മാവൂസ് പ്രൊവിൻഷ്യൽ അച്ഛൻ ഫാദർ ഷാജി കൊച്ചുപുരയിൽ, സയൻ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു തെക്കേമുറി, പരംപ്രസാദ് പ്രൊവിൻഷ്യൽ ഫാദർ സൈമൺ ചെറമേൽ എന്നിവരാണ് അച്ഛനൊപ്പം സഹകാർമ്മികരാകുന്നത്. വചന സന്ദേശം പങ്കുവയ്ക്കുന്നത് പരംപ്രസാദ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ സൈമൺ അച്ഛനാണ്. പ്രിയമുള്ളവരെ, നന്ദിയുടെ ഈ ബലിയിൽ നമുക്കും പ്രാർത്ഥനയോടുകൂടി പങ്കെടുക്കാം. പബ്ലിക് സ്കൂളിൻ്റെ രജത ജൂബിലി നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഓരോ ജൂബിലി ആഘോഷവും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ടുള്ള നിമിഷങ്ങളാണ്. നമ്മുടെ ഈ ബലി നന്ദിയുടെ ഒരു ബലിയായിട്ട് നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം. അച്ഛന് ഇമ്മാനുവൽ നൽകിയ എല്ലാ നന്മകളും കൃപകളും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ സയൻ പബ്ലിക് സ്കൂൾ ലഭിച്ച കൃപകൾക്ക് നമുക്ക് നന്ദി പറയാം. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഈ നമുക്ക് ഇമ്മാനുവൽ പ്രത്യേകമായിട്ട് ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂദാശ ബലി ഒരുമിച്ച് അർപ്പിച്ചുകൊണ്ട് ഇമ്മാനുവലിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. Sarah.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ നന്ദി പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പുരോഹിത ഗോത്രമായ ലേവിക്ക് ഇസ്രായേലിന്റെ മറ്റു ഗോത്രങ്ങളെ പോലെ ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന്റെ ദഹനബലികളും അവിടുത്തെ അവകാശങ്ങളുമായിരിക്കും അവരുടെ ഓഹരി. സഹോദരന്മാർക്കിടയിൽ അവർക്ക് ഓഹരി ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്നായിരിക്കും അവരുടെ ഓഹരി. ബലിയർപ്പിക്കുന്ന ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള വിഹിതം ഇതായിരിക്കും: ബലി കഴിക്കുന്ന കാളയുടെയും ആടിന്റെയും കൈക്കുറവുകൾ, കവിൾത്തടങ്ങൾ, ഉദരഭാഗം ഇവ പുരോഹിതന് നൽകണം. ധാന്യം, വീഞ്ഞ്, എണ്ണ ഇവയുടെ ആദ്യ ഫലവും ആടുകളിൽ നിന്ന് ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും അവന് കൊടുക്കണം. നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തന്റെ മുന്നിൽ നിൽക്കാനും തന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനും അവനെയും അവന്റെ പുത്രന്മാരെയുമാണല്ലോ എന്നേക്കുമായി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർക്ക് കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടുവാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവിശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും. പരദേശികൾ നിങ്ങളുടെ ഒഴിവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരും ആകും. കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. കരവിരുതൽ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവാദയമേ, ഇങ്ങനെ ജീവദായകം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എന്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്നവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധായ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവനെ വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേരിൽ വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യന്റെ സ്വരം അറിയാത്തതിനാൽ അവൻ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു, എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞെന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് ആടുകളുടെ വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും വീട്ടിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തതും ആടുകൾ സ്വന്തമല്ലാത്തവരുമായ കൂലിക്കാരൻ ചെന്നായ വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായ വന്ന് അവയെ പിടിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്ന പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റു ആടുകളും എനിക്കുണ്ട്. അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എന്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സമനസാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ദിവ്യകാരുണ്യ ഈശോയാല് എന്നെ സ്നേഹിക്കപ്പെടുന്ന വലിയ ബഹുമാനപ്പെട്ട ഗന്ധാളച്ച മനുഷ്യാച്ചന്മാരെ, മറ്റ് പ്രമുഖരും വന്യരുമായ പ്രിയ വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഹിമാലയച്ചൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, ഈ സയൻ പബ്ലിക് സ്കൂളിലെ അധ്യാപകർ, അനധ്യാപകർ,
മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ, പ്രിയമുള്ള കുഞ്ഞു കൂട്ടുകാരായ കുട്ടികളെ, നന്ദിയല്ലാതെ എന്തു ചൊല്ലും ദൈവമേ എന്ന ഇരട്ടികളുമായിട്ട് ബഹുമാനപ്പെട്ട ഇവരോട് എമ്മാനുവൽ അച്ഛൻ ഇവിടെ ഇരിക്കുകയാണ്. രണ്ടും കിഴക്കേ തിളക്കനായതുകൊണ്ട് ചിലപ്പോൾ ആദ്യം വരുന്ന പേര് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എമ്മാനുവൽ അച്ഛൻ ഇന്നത്തെ ദിനത്തിൻ്റെ താരമായിട്ട് തിളങ്ങി ഇവിടെ ഇരിക്കുകയാണ്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തറയിട്ട് പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ചുണക്കുട്ടിയാണ്. അതിലേറെ ചുണയുള്ള പെണ്ണാണ് ഇടുക്കി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഇടുക്കിയിലേക്ക് അല്ലെങ്കിൽ കട്ടപ്പനയിലേക്ക് സ്വരാജിലേക്ക് വരുന്ന വഴി ചിലയിടത്ത് കോടയുണ്ടായിരുന്നു, ചിലയിടത്ത് ചെറിയ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല അനുഭവത്തോടുകൂടി ഇടുക്കിയുടെ ഈ മലയോര പ്രദേശത്തിൻ്റെ എല്ലാ പ്രകൃതി ഭംഗിയും അതിലുപരി അതിൻ്റെ ഊഷ്മളതയും അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്നത്. അതോടൊപ്പം തന്നെ പോകുന്ന വഴികൾ, ഇത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ നക്ഷത്രങ്ങൾ, സ്റ്റാറുകൾ തൂക്കിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഈ സ്വരാജിൻ്റെ സ്റ്റാർ, ഈ സയൻ പബ്ലിക് സ്കൂളിൻ്റെ സ്റ്റാർ, ഇന്നേ ദിനത്തിൻ്റെ സ്റ്റാർ ബഹുമാനപ്പെട്ട എമ്മാനുവൽ അച്ഛനാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പ്രമുഖരായ ഈ വൈദികരുടെയും ഒപ്പം കൂടിയിരുന്ന എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട എമ്മാനുവൽ അച്ഛന് ഇന്നേ ദിനത്തിൻ്റെ അതോടൊപ്പം വധസമർപ്പണത്തിൻ്റെ സുവർണ ജൂബിലിയുടെ, കൂടാതെ ഈ സയൻ പബ്ലിക് സ്കൂളിൻ്റെ രജത ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥനയും ഏറെ സ്നേഹത്തോടു കൂടി നേരുകയാണ്. രാമായണത്തിൽ വാൽമീകിയെ കുറിച്ച്, രാമായണത്തിൽ പറയുന്നതല്ല, പക്ഷേ ഒരു പറച്ചിലുണ്ട്, വാൽമീകി ഒരു കാട്ടാളനാണല്ലോ. ഈ കാട്ടാളനായ കാട്ടുജാതിക്കാരനായ വാൽമീകിക്ക് അക്ഷരം ഒന്നും എഴുതാനും വായിക്കാനും അറിയില്ലാത്ത ഒരാൾ പിന്നെ എങ്ങനെ ഈ രാമായണം എഴുതി എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഒരു ചങ്കൂറ്റമല്ലേ. അത് ഓർത്തുകൊണ്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട എമ്മാനുവൽ അച്ഛനെ കുറിച്ച് ചിന്തിച്ചപ്പോഴും ഇതുപോലെ തൻ്റെ പൗരോഹിത്യ വധ സന്യാസ ജീവിതത്തിൽ ഇതുപോലൊരു ചങ്കൂറ്റത്തിൻ്റെ പുറത്താണ് ആള് ഇന്ന് നെടുന്തൂട് പോലെ നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. കുട്ടികളൊക്കെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ നല്ല പഞ്ച് ഡയലോഗിൽ പറയും, ഒരുപാട് പേര് കൂടെ വരുന്നവൻ ഗ്യാങ്സ്റ്ററാണ്, അത് വില്ലനായിരിക്കും. ഇന്ന് നായകൻ തന്നെ വരും, ഒറ്റയ്ക്ക് വരണം. അവൻ അസാധാരണക്കാരനല്ല, അവൻ മോൺസ്റ്ററാണ്. ഇതുപോലെ ചങ്കൂറ്റത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും അതല്ലെങ്കിൽ സ്ഥാപനപരവും ഒരുപാട് കാറ്റും കോളും ഭൂകമ്പമൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ചങ്കൂറ്റത്തോടെ നിലകൊണ്ട ഒരു വ്യക്തിത്വമാണ് എമ്മാനുവൽ അച്ഛൻ. ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ചവനെന്നും ഒറ്റയ്ക്ക് വഴിതെളിച്ച് വന്നവനെന്നും പറയുന്നതിൽ യാതൊരു ശങ്കയും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അതുതന്നെയാണ് 25 വർഷക്കാലം ഇവിടെ ഈ മണ്ണിൽ നിലയുറപ്പിക്കാനും കാലുറപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇതിനെ യശസ്സുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറ്റിയെടുക്കാനും അച്ഛന് സാധിച്ചത് ഈ ഒറ്റയ്ക്ക് നിൽക്കുവാനായിട്ടുള്ള ചങ്കൂറ്റമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒറ്റയ്ക്ക് നിന്നവനായിട്ട് അല്ലെങ്കിൽ ചങ്കൂറ്റത്തോട് നിന്നവനായിട്ട് ഞാൻ ചിലപ്പോഴും അബ്രാഹത്തെ കാണാറുണ്ട്. തൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവിന് അവനെ ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാകുമെന്നും അതല്ലെങ്കിൽ
ജനതകളുടെ മുഴുവൻ പിതാവാകുമെന്നൊക്കെ പറഞ്ഞ് പലതവണ പറ്റിച്ചപ്പോഴും എനിക്കൊരു സന്താനമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞപ്പോഴും തന്റെ ജീവിതത്തിൽ തമ്പുരാന്റെ മുൻപിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് തമ്പുരാനോട് കൂടെ നടക്കുകയും അവൻ പറഞ്ഞതനുസരിച്ച് ജനതകളുടെ പിതാവായിട്ട് അവരെ നയിക്കുകയും ചെയ്ത അബ്രാഹാം പിതാവെന്നും പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ജീവിതത്തില് സമർപ്പണത്തിലൂടെ നാം ഓരോരുത്തരും തമ്പുരാന്റെ മുൻപിലേക്ക് കൊടുത്തപ്പെടുക. നമുക്കറിയാം, നമ്മൾ വൈദികരും സന്യസ്തരുമൊക്കെ വധസമർപ്പണം നടത്തുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും അത്ര ബോധ്യത്തോടെയോ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചില്ല. ഈ അബ്രാഹത്തിന്റെ ജീവിതത്തില് വലിയ അസാധ്യതകളെ സാധ്യതകളാക്കി തീർക്കുന്ന ദൈവമായ കർത്താവിനെ കണ്ടെത്തുന്നുണ്ട്. ജീവിതത്തിന്റെ സാധ്യതകളിലേക്ക് തമ്പുരാന്റെ മുൻപിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അതല്ലെങ്കിൽ അസാധ്യതകളെ സാധ്യതകളായി തീർക്കണമെങ്കിൽ തമ്പുരാനിലേക്ക് സ്വയം വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് അടിച്ചപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രൊവിൻഷ്യാലുമാരുടെയൊക്കെ തലയൊക്കെ വെച്ച് അടിച്ച് കാർഡ് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് പോലും. അത് ഞാൻ പറഞ്ഞത് അത് അച്ഛൻ്റെ ആ ഒരു ആശയ സമ്പുഷ്ടത കൊണ്ട് അച്ഛൻ അത്രയും വിശാലമായി ചിന്തിച്ചത്. അതുപോലെ ഇവിടെ ഇതുപോലെ കറങ്ങുന്ന ഹെലികോപ്റ്ററും നാളെ വരുമ്പോൾ ചിലപ്പോൾ കപ്പലായിരിക്കും ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കും. അതും സാധ്യമാക്കാൻ കഴിവുള്ള ഒരാളാണ് ഈ എമ്മാനുവൽ അച്ഛൻ എന്ന് പറയുന്നതിന് യാതൊരു സംശയവും. അതോടൊപ്പം തന്നെ ഞാൻ ഇത്രയും ബൃഹത്തായ സ്കൂളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയെങ്കിലും അച്ഛൻ്റെ ജീവിതം എന്നത് വളരെ ലളിതമായ ജീവിതമാണ്. അദ്ദേഹം 25 വർഷത്തിന് മുൻപ് വന്ന് താമസിക്കുന്ന ആ ഷെഡിൽ തന്നെ, ആ കട്ടിലിൽ തന്നെ അതുപോലെ തന്നെയാണ് ഇന്നും അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഇത്രയും വലിയ സ്കൂളൊക്കെ ആകുമ്പോൾ എത്ര വലിയ വണ്ടികളൊക്കെ വാങ്ങിയത്, പക്ഷെ ലളിതമായ ജീവിതത്തിന് മാതൃകയാണ് ഞങ്ങളെ പോലുള്ള അച്ഛന്മാർക്കെല്ലാം ഈ എമ്മാനുവൽ എന്ന് പറയുന്ന യാതൊരു സംശയമില്ല. അതോടൊപ്പം ഞാൻ പറയും, അധ്യാപകര്, വിദ്യാർത്ഥികള്, ഈ നാട്ടുകാരെ, നിങ്ങളൊക്കെ ഭാഗ്യം ചെന്നവരാണ്. ഇത്രയും മഹാനായ ഒരു വ്യക്തിയുടെ കീഴിലായിരിക്കുന്ന ഈ സ്കൂളിൽ പഠിക്കാനും പഠിപ്പിക്കുവാനും നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചെടുക്കുവാനായിട്ട് പുതിയ ലോകത്തിലേക്കുള്ള വാതായങ്ങളെ തുറന്നിടുന്നതിനുള്ള സകലവിധ സാങ്കേതിക മാർഗങ്ങളും ഈ വിദ്യാലയത്തിൽ കൊടുത്തുകൊണ്ട് മക്കളെ നാളേക്ക് വേണ്ട നല്ല പൗരരായി നല്ല വ്യക്തികളായിട്ട് വാർത്തെടുക്കുന്നതിൽ ഈ സയൻസ് പബ്ലിക് സ്കൂള് എന്നും പ്രതിബദ്ധതാണ്. അതുപോലെ തന്നെ അത് നമ്മൾ മികവുറ്റതായി പോകുന്നു എന്നുള്ളത് നമ്മൾ അനുഭവിക്കുകയാണ്. അനുഗ്രഹപ്രദമായ ഈ ദിനം ദൈവം സമ്മാനിച്ചതിന് തമ്പുരാന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇത്രയും മഹാനായ ഒരു വ്യക്തിത്വത്തിന്റെ കീഴിൽ അദ്ദേഹത്തോടൊപ്പം ജീവിക്കുവാനും അദ്ദേഹത്തോടൊപ്പം കഴിയുവാനും കഴിയുന്നത് തമ്പുരാൻ നമുക്ക് നന്ദി പറയാം. 2013 മുതൽ 2023 വരെ ചെസ് ലോകത്തിലെ ചാമ്പ്യനായിരുന്ന, വേൾഡ് ചാമ്പ്യനായിരുന്ന മാഗ്നസ് കാൾസൺ എന്ന് പറഞ്ഞ വ്യക്തി 2023 അദ്ദേഹം ലോക ചെസ് മത്സരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നെ തോൽപ്പിക്കാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല. തോൽപ്പിക്കാനായിട്ട് 10 വർഷത്തോളം ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ കളിയോടുകൂടി, ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പോടുകൂടി ഞാൻ വിട പറയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. 2021 വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള രമേശ് ബാബു പ്രജ്ഞാനന്ദ എന്ന് പറഞ്ഞ ഒരു തമിഴ് പയ്യൻ അദ്ദേഹത്തെ കീഴടക്കുകയും ഈ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ കിരീടമണിയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു മനുഷ്യനെ തോൽപ്പിച്ചപ്പോൾ ഈ പ്രജ്ഞാനന്ദ എന്ന് പറഞ്ഞ പയ്യനോട് അവര് ചോദിച്ചു, മീഡിയ ആൾക്കാർ ചോദിച്ചു, എങ്ങനെ നിനക്കത് സാധിച്ചു? അതുമല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചുപയ്യൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിന്റെ രഹസ്യം എന്നത് ഞാൻ എപ്പോഴും, നിങ്ങൾ ആ കളിയെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ശ്രദ്ധിച്ച് കാണാം, അദ്ദേഹത്തിന്റെ നെറ്റിയിലെ ഭസ്മം തൂത്തിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും, അതല്ലെങ്കിൽ മത്സരത്തിന് പോകുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ച് ഭസ്മം തൂത്തിട്ടാണ് ഞാൻ കളി തുടങ്ങുക. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട്, വിജയത്തിന്റെ രഹസ്യമായിട്ട് കാണുന്നത്.
ഇന്ന് എമ്മാനുവേൽ അച്ഛൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല വൈദികരും സന്യസ്തരുമായ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒന്നുണ്ട്. അത് ദിവ്യകാരുണ്യമെന്നോ വിശുദ്ധ കുർബാനയെന്നോ പറയാം. ജീവിതത്തിൽ വിശുദ്ധ കുർബാന എന്ന ഭസ്മം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെ ജീവിതത്തിൽ ചങ്കും ചക്രവാളവുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിലെ ബലി ജീവിതം കഴിച്ചത് കൊണ്ട് മാത്രമാണ് ഈ 50 വർഷവും ഇവിടെ തമ്പുരാന്റെ മുൻപിൽ വിശ്വസ്തയോടുകൂടി ആയിരിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ഈ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാനയാണ് എന്നും ശക്തിയായി നിലകൊള്ളുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ പഠിച്ചത് വിശുദ്ധ കുർബാനയിലാണ് ഡോക്ടറേറ്റ് എടുത്തത്, യൂക്കറിസ്റ്റിലാണ് അച്ഛൻ ഡോക്ടറേറ്റ് എടുത്തത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കറിയാം ദിവ്യകാരുണ്യ ധ്യാന കേന്ദ്രം കാലടിയിലെ ആ ധ്യാന കേന്ദ്രത്തിന്റെ പണിയും അതുപോലെ തന്നെ അതിന്റെ വളർച്ചയിലും നിർണായകമായ പങ്ക് വഹിച്ച ഒരാളാണ്. അതുകൊണ്ട് പരമപ്രസാദ് ബോയ്സിനുള്ള പ്രത്യേകമായുള്ള അഭിനന്ദനവും പ്രാർത്ഥനയും കൊണ്ട് അവിടുള്ള എല്ലാ അച്ഛന്മാരും അത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോഴേ ഞങ്ങള് ആ നാട്ടിലുള്ള ആളുകളൊക്കെ അച്ഛൻ വിശുദ്ധ കുർബാനയെ അർപ്പിച്ചതിനെ കുറിച്ചും വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരനായതിനെ കുറിച്ചും അവിടെയുള്ള ആളുകൾക്ക് വാദോരാതെ പറയുവാനുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന ദേവാലയം ഇത്ര മനോഹരമായി വിശുദ്ധ കുർബാനയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇത്രയും മനോഹരമായ ദേവാലയം പണികഴിപ്പിച്ചത് അച്ഛൻ എന്ന വലിയ ശില്പിയുടെ വലിയ കരവിരുതാണെന്നുള്ള യാതൊരു സംശയമില്ല. അത് വിശുദ്ധ കുർബാനയിൽ നിന്ന് ദിവ്യകാരുണ്യത്തെ ഈശോയിൽ നിന്ന് സ്വീകരിച്ചതാണ്. അതുകൊണ്ട് അച്ഛന്റെ ജീവിതം എന്നും വിശുദ്ധ കുർബാനയായി ബലി ജീവിതമായി തമ്പുരാന് ഇനിയും സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും വിശുദ്ധ കുർബാനയെ ചങ്കോട് ചേർത്ത് പിടിക്കുവാനും വിശുദ്ധ കുർബാനയെ വാരി പുണരുവാനും വിശുദ്ധ കുർബാനയെ ചേർത്ത് പിടിക്കുവാനും സാധിച്ചാൽ തീർച്ചയായിട്ടും ജീവിതം മധുരതരമാകുമെന്നും അനുഗ്രഹപ്രദമാകുമെന്നും യാതൊരു സംശയവുമില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛ, ഞങ്ങളെല്ലാവരും ഈ കുർബാനയിലും ഞങ്ങളുടെ ഓരോ കുർബാനയിലും അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അച്ഛൻ സഭയ്ക്ക് സമൂഹത്തിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന മാതൃകകൾക്കും സംഭാവനകളും ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നന്ദിയോടുകൂടി ആയിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ ഒരുപാട് പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും നേരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വാഗ്ദാന നവീകരണം. സ്വർഗസ്ഥനായ പിതാവേ, വിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധ തൃത്വ കൂട്ടായ്മയുടെ ഭാഗമാക്കി എന്നെ ഉയർത്തുകയും ദിവ്യകാരുണ്യ വിളി നൽകി കുർബാനയായ മിശിഹായുടെ ഓർമ്മയാകാൻ പരിശുദ്ധാത്മാവിൽ എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്ത് സ്വന്തമാക്കുകയും ചെയ്ത അങ്ങേ അവർണ്ണനീയമായ സ്നേഹത്തിന് അനവരതം സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യ പ്രേക്ഷിത സന്യാസ സമൂഹത്തിലൂടെ തിരുസഭയിൽ അങ്ങേ മഹത്വത്തിനും ലോകത്തിൻ്റെ ജീവനും വേണ്ടി മിശിഹായോടൊപ്പം ബലിയാകാനും ദിവ്യരഹസ്യങ്ങളുടെ ഉപാസകനും പ്രേക്ഷിതനുമാകാനായി സമൂഹത്തിൻ്റെ വിശുദ്ധ ജീവിത നിയമാനുസൃതം സ്വതന്ത്രമായ മനസ്സോടും തീക്ഷ്ണമായ ആഗ്രഹത്തോടും കൂടി മേലധികാരിയായ പെരിയ ബഹുമാനപ്പെട്ട എറണാകുളച്ചൻ പായ്ക്കാട്ടച്ചൻ്റെ മുമ്പാകെ പിതാവായ ദൈവമേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും നിരുപാധികമായും അങ്ങേക്ക് സമർപ്പിക്കുകയും അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ സുവിശേഷ സുഹൃതങ്ങൾ നിത്യമായി വിശ്വസ്തയോടെ അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് അങ്ങയോട് വാഗ്ദാനം ചെയ്തതിനെയും ഇപ്പോൾ നവീകരിക്കുന്നു. ദിവ്യകാരുണ്യ കൂട്ടായ്മയിൽ ആഴപ്പെട്ട് ആത്മശരീരങ്ങളിൽ ഈശോ മാത്രമാകാനും ഈശോയുടേത് മാത്രമാകാനും വേണ്ടി തിരു രക്തത്താലും തിരു ജലത്താലും എന്നെ മുദ്രിതനാക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലും വിശുദ്ധ ഔസേപ്പിൻ്റെയും മാ തോമാസ് ലേഖായുടെയും സ്വർഗീയ മുഴുവൻ്റെയും പ്രാർത്ഥനാ സഹായത്തിനും ആശ്രയിച്ച് ഞാൻ ചെയ്ത ഈ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വസ്തനായി ജീവിച്ച്
പൊന്നുപൂർണ്ണത പ്രാപിക്കുവാനും ത്രിയേക ദൈവമായ അങ്ങേക്ക് സ്വർഗത്തിൽ നിത്യം മഹത്വം നൽകാനും അങ്ങേ കരുണയും കൃപയും സ്ഥാപക പിതാക്കന്മാരുടെ മധ്യസ്ഥതയും എൻ്റെ സഹോദരങ്ങളുടെ സഹായവും എന്നെ ശക്തനാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡകൾ സഹിക്കുകയും പറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സജീവവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്കായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ആത്മാവോടും കൂടെ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ എന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുപേക്ഷിക്കുവിൻ. വൈവിധ്യനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. വികാരവികാര
കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ ഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും പ്രത്യേകിച്ച് ഇന്നേ ദിവസം വ്രതവാഗ്ദാനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇമ്മാനുവേൽ അച്ഛനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂലക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. വിധം എന്നോട് നേതാണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ആവുമാതികമായ തിരുശരീരങ്ങളെയും സ്വന്തമാക്കണമേ. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു രക്ഷകനീശോൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ.
മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരത്തുകളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അനുതാപത്തോളമാണ് ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സഹത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കും. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ എന്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യോധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സമീപത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. Sweet,
ദാനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. സമർപ്പണമേറും തോറും സൗന്ദര്യമേറിടുന്ന സൗഭാഗ്യമാണീ പൗരോഹിത്യം. ലോകത്തിലാണെന്നാലും ലൗകികമാകാതെ ലവണമായി മാറുന്നതീ പൗരോഹിത്യം.
പൗരോഹിത്യം. സമർപ്പണമേറും തോറും സൗന്ദര്യമേറിടുന്ന സൗഭാഗ്യമാണീ പൗരോഹിത്യം. ലോകത്തിലാണെന്നാലും ലൗകികമാകാതെ ലവണമായി മാറുന്നതീ പൗരോഹിത്യം. അഭിഷേകമേകി വേർതിരിച്ചെന്നേ